ഹലോ മൈ ഡിയേഴ്സ്, ഇന്നൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന മണ്ണ്, ചാണകപ്പൊടി, ജൈവ കമ്പോസ്റ്റ്, പിന്നെ ട്രൈക്കോഡർമ എല്ലാം കൂടി ഒരു നിശ്ചിത അനുപാതത്തിൽ ഉണ്ടാക്കി വെച്ചാൽ അത് തികയില്ല കേട്ടോ. അപ്പോൾ കുറച്ചേറെ പോട്ടി മിക്സ് ഉണ്ടാക്കണം. കുറച്ചുകൂടി ചാണകപ്പൊടിയും ഞാൻ ചേർത്ത് കുറച്ചുകൂടി മണ്ണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണൽ തീർന്നിരുന്നു. ഞാൻ ചകിരിച്ചോറ് ഇതെനിക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് കിട്ടിയതാട്ടോ. 180 രൂപ ഒരു ബന്ന് കണക്കാട്ടോ ഇരിക്കുന്നത്. റെഡിമെയ്ഡാണല്ലോ, അത് റെഡിമെയ്ഡായി. അപ്പം പിന്നെ ഞാനിതാ നമ്മുടെ ബേഡ് നെസ്റ്റ് പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചറാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ എത്ര കാലമായെന്നറിയോ ഒരു ചെറിയ ചട്ടിയിൽ റീപോർട്ട് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ പോട്ടിംഗ് ആയിരുന്നു അന്ന് ചെയ്ത് എനിക്കൊരു ചെറിയ തൈ കിട്ടിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അവനതാ വളർന്ന് ഇതിൽ നിന്ന് ഞാൻ സെയിലിനും ചെടികൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷേ വീണ്ടും തൈകൾ പൊട്ടിക്കിളിർത്ത് ഇനിയും അത് ഇരുന്നാൽ ഇനിയും ഇഷ്ടംപോലെ തൈകൾ പാകം. പക്ഷേ നമ്മുടെ ജൈവ കമ്പോസ്റ്റ് നിറച്ച ആ പോട്ടി മിക്സ് ഇന്നും വളരെ ശക്തിമാനായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാനിതാ ഒരു ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് പരന്ന് ഉണ്ടാകാനും മുള പൊട്ടാനും ഇച്ചിരി കൂടി നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു ഞാനിതാ ഒരു ചട്ടിയിലേക്ക് വെച്ചു. എനിക്കിതിൽ നിന്ന് മുള പൊട്ടി ഉണ്ടായാൽ സെയിലിനും വെക്കാമല്ലോ. ധാരാളം വട്ടത്തിൽ ഇല പൊട്ടി ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാകുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചാട്ടോ ഒരു ചട്ടിയിൽ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ അരളിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചേറെ ചെടികൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. എല്ലാ ചെടികളും തന്നെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരളിയും അതും നട്ടു. ഞാൻ ഒരു സെറാമിക് പോട്ടിൽ തേടി പോയതാട്ടോ, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഈ മിനിയേച്ചർ പ്ലാന്റായി സ്നേക്ക് പ്ലാന്റൊക്കെ എനിക്ക് ഡൈനിങ് ടേബിളിൽ ഒന്ന് വെക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ അങ്ങനത്തെ പോട്ട് തേടിപ്പോയത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ബേഡ് നെസ്റ്റ് പ്ലാന്റിൻ്റെ ഇതെടുത്ത് ഞാൻ സെറാമിക് പോട്ടിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഇത് അധികം ഓർഡറൊന്നും ഇല്ലാത്ത ചെടിയാണ്. എങ്കിലും ചിലരൊക്കെ ആവശ്യപ്പെടും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ചെടികളും വീട്ടിലുണ്ടായിക്കണമെന്നില്ലല്ലോ. അതിപ്രകാരം ഇതിനും കിട്ടി എനിക്ക് ഓർഡർ. അങ്ങനെ അതൊന്ന് വേർപെടുത്തിയതാട്ടോ. ഇതും വളരെ കാലം ഇരുന്ന് പോട്ടാട്ടോ. പക്ഷേ അതിലെ മണ്ണും നല്ല ഉതിർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. മണ്ണല്ല പോട്ടി മിക്സ്. പിന്നെ ഞാൻ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കുറച്ചുകൂടി വളം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് വീണ്ടും ഇതിലേക്ക് തന്നെ വാരിയിട്ടു കേട്ടോ. പിന്നെ അത് റീപോർട്ട് ചെയ്തു. ഇത് ഞാൻ അധികം ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു ചട്ടിയിലോ 2 ചട്ടിയിലോ ഒതുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിന് ഇച്ചിരി ഉണ്ട് കേട്ടോ, കുറച്ച് പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു വലിയ ചട്ടി നട്ടത്. നല്ലോണം കിളിർത്തോട്ടെ, ഇഷ്ടംപോലെ ബുഷിയായിട്ട് വളർന്നോട്ടെ. അങ്ങനെ ഞാൻ അവനെ സൈഡാക്കി വെച്ചു കേട്ടോ. ഇതൊക്കെയാട്ടോ ഇന്നത്തെ എൻ്റെ പോട്ടി മിക്സും റീപോട്ടിങ്ങും ഒക്കെ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.